അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചെന്തുന്ന ഒരു വിഭാഗത്തെയാണോ നീ സൃഷ്ടിക്കുന്നത്? ഞങ്ങൾ നിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യുകയും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നു, നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത കാര്യം തുടർന്ന് വിശദീകരിക്കുകയാണ്. If man was to be endued with emotions, ഈ മാനസിക വിക്ഷോഭങ്ങൾ, വിചാരവികാരങ്ങൾ, ഇവ അല്ലാഹു തആല മനുഷ്യന് നൽകി അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ദോസ് ഇമോഷൻസ്, ഇങ്ങനെ നൽകിയിരിക്കുന്ന ഈ അത്തരം വിചാരവികാരങ്ങൾ അവനെ അത്യുന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മനുഷ്യന് വിചാരവികാരങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഈ വിചാരവികാരങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്യുന്നതമായ പല കാഴ്ചകളും നമുക്ക് കാണുവാനും, എന്നിട്ട് പദ്ധതികൾ തയ്യാറാക്കുവാനും, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് അത് നേടുവാനും കഴിയുന്നത്. ആ വിചാരവികാരങ്ങൾ നമുക്കില്ല എങ്കിൽ
അത്തരം കാഴ്ചകൾ കണ്ടിട്ട് അത്തരം പ്ലാനിങ് നടത്തിയിട്ട് അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആൻഡ് ഡ്രാഗ് ഹിം ടു ദ ലോവസ്റ്റ്, അവൻ്റെ ഈ വിചാരവികാരങ്ങൾ തന്നെ അവൻ കർമ്മനിരതനാകാത്ത നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതവനെ ഏറ്റവും താണപടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. മൃഗതുല്യമായതോ അതിനേക്കാൾ അധപ്പതിച്ചതോ ആയ നിലവാരത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അല്ലാഹുത്താല മാനവന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് എണ്ണേണ്ടതാണ് ഇമോഷൻസ്. അവന് നൽകിയിരിക്കുന്ന ഈ മാനസിക വ്യാപാരം എന്ന് പറയുന്നത്. അതാണ് പല കാര്യങ്ങളും അവനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ദ പവർ ഓഫ് വിൽ, ഇച്ഛാശക്തി എന്ന് പറയുന്നത്, ഓർ ചൂസിങ്, അതായത് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ്. അതെനിക്ക് വേണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ജീവിയാണ്, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയാണ് മനുഷ്യൻ. The power of will or choosing would have to go with them so that man might steer his own work. അപ്പോൾ ആ വിചാരവികാരങ്ങളനുസരിച്ച് ഈ ശരി ഏതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ വുഡ് ഹാവ് ടു ഗോ വിത്ത് ദം, അതനുസരിച്ച് അവയുമായി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ സോ ദാറ്റ് മാൻ മൈറ്റ് സ്റ്റീർ ഹിസ് ഓൺ ബാർക്ക്, അവൻ്റെ കപ്പൽ അവന് സ്വയം തിരിക്കുവാൻ കഴിയും. ജീവിത കപ്പൽ, ജീവിത യാത്രായാനം നമുക്ക് വേണ്ടതുപോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിന് ചുക്കാൻ പിടിക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ മനുഷ്യനും അപ്രകാരം ഓരോ ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താകണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും ഡോക്ടർ ആവണം, എൻജിനീയർ ആകണം എന്നൊക്കെ. അപ്പോൾ അതവൻ്റെ വികാരങ്ങളാണ്. അതിനനുസൃതമായിട്ട് തൻ്റെ പ്രവർത്തനങ്ങളെ രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിത യാനം അവന് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ കഴിയും. ഈ ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ദിസ് പവർ ഓഫ് വിൽ, ഈ ഇച്ഛാശക്തി, വെൻ റൈറ്റ്ലി യൂസ്ഡ്, ശരിയായ നിലയിൽ ഈ ഇച്ഛാശക്തിയെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഗേവ് ഹിം, അവന് നൽകിയിരിക്കുന്ന ഈ ഇച്ഛാശക്തിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് മാസ്റ്ററി ഓവർ ഹിസ് ഓൺ ഫോർച്യൂൺസ് ആൻഡ് നേച്ചർ, ഒരു പരിധിവരെ ഇത് തന്നെ ആയിരിക്കും അവൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. അവൻ എന്താകണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ടു സം എക്സ്റ്റെൻറ്റ്, ഒരു പരിധിവരെ അവൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളെ നിർണ്ണയിക്കുന്നത്, നിശ്ചയിക്കുന്നത് ഈ രീതിയിലുള്ള ചിന്തയും തുടർന്ന് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും. അപ്പോൾ ഇത് മനുഷ്യകുലത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഇതൊന്നും നമ്മുടെ മലക്കുകൾക്ക് കൊടുത്തിട്ടില്ല. തസ് ബ്രിങ്ങിങ് ഹിം നിയറർ ടു ഗോഡ്, അങ്ങനെ അവൻ തന്നെ ആലോചന നടത്തി ചിന്തിച്ച് അവൻ്റെ മനോവികാരങ്ങളെ രൂപപ്പെടുത്തി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ബ്രിങ്ങിങ് ഹിം നിയറർ ടു ഗോഡ്, അങ്ങനെ അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് അവൻ എത്തിച്ചേർന്നു. ലൈക്ക് നേച്ചർ വിച്ച് ഹാസ് സുപ്രീം മാസ്റ്ററി ആൻഡ് വിൽ, അങ്ങനെ അവൻ്റെ പ്രകൃതത്തിൽ തന്നെ അവൻ അതിന് വലിയ പാടവമുള്ളവനായും ഇച്ഛാശക്തിയുള്ളവനായും മാറി അവന് വലിയ കഴിവുറ്റവനായി അവന് മാറുവാൻ കഴിയും. അപ്പോൾ അല്ലാഹു തആല മനുഷ്യന് നൽകിയിരിക്കുന്ന ഈ ഇച്ഛാശക്തിയെ വേണ്ടതുപോലെ രൂപകൽപ്പന ചെയ്ത് ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം നടത്തുകയാണെങ്കിൽ അവൻ അതിൽ വളരെ വലിയ പാടവമുള്ളവനായും കഴിവുറ്റവനും ആയി മാറും. We may suppose that the angels had no independent will of their own. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലക്കുകൾക്ക് ഇങ്ങനെ ഒരു ഇച്ഛാശക്തി ഇല്ല. ശരി ഏതാണ് തെറ്റേതാണ് എന്ന് സ്വന്തം ഇമോഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനുള്ള കഴിവ് മലക്കുകൾക്കില്ല. അത് നാം അറിയുക. അപ്പോൾ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ
കഴിവാണ് ഈ ഇച്ഛാശക്തി എന്നത്. അത് അവന് ശരിയായ റൂട്ടിലൂടെ അവൻ തിരിച്ചു വിടുകയാണെങ്കിൽ അവന് അത്യുന്നതമായ സ്ഥാനത്തേക്ക്. മലക്കുകൾക്ക് അത് കഴിയില്ല. അതുകൊണ്ട് മലക്കുകളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ ഒരു സൈഡ് മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുന്നത്, അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അഭിപ്രായ പ്രകടനം അങ്ങനെ ഉണ്ടായത്. Their perfection in other ways reflected Allah's perfection. അപ്പോൾ മലക്കുകൾക്ക് അവരുടേതായ ഒരു പൂർണ്ണത നമ്മൾ കാണുന്നു എങ്കിൽ അത് ഇൻ അതർ വേയ്സ് റിഫ്ലക്റ്റഡ്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് പ്രതിഫലിക്കുന്നത് അള്ളാഹ്സ് പെർഫെക്ഷൻ, അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു പൂർണ്ണത മാത്രം, ആ കൊടുത്തിരിക്കുന്ന അളവിൽ മാത്രമാണുള്ളത്. ബട്ട് കുഡ് നോട്ട് റേസ് ദം ടു ദ ഡിഗ്നിറ്റി ഓഫ് വൈസ്ജറൻസ്. ആ പദവി അത് അവർക്ക് അള്ളാഹു നൽകുന്ന ഖലീഫത്തുള്ള പോലുള്ള പദവിയിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല. കാരണം ദ പെർഫെക്റ്റ് വൈസ്ജറൻറ്റ് ഈസ് ഹൂ ഹാസ് ദ പവർ ഓഫ് ഇനിഷ്യേറ്റീവ് ഹിംസെൽഫ്. സമ്പൂർണമായ ഒരു പ്രതിനിധി, അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഈസ് ഹൂ ഹാസ് ദ പവർ ഓഫ് ഇനിഷ്യേറ്റീവ് ഹിംസെൽഫ്. അവന് സ്വയം ഒരു കാര്യം തുടങ്ങുവാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യാനുള്ള കഴിവ് ഉള്ളവൻ മാത്രമേ ഒരു പൂർണ്ണ പ്രതിനിധി ആവുകയുള്ളൂ. മറ്റത് അപൂർണ പ്രതിനിധി ആയിരിക്കും. മലക്കുകളൊക്കെ ആ നിലയിൽ സ്വന്തമായിട്ട് ഒരു കാര്യം ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ അതിന് രൂപകൽപ്പന കൊടുക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ ഉള്ള കഴിവില്ല. അപ്പോൾ മലക്കുകളും മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ സമുന്നതമായ സ്ഥലത്തേക്ക്. കാരണം അവന് സ്വയം, അള്ളാഹുവിന് സ്വയം എപ്രകാരം കാര്യങ്ങൾ ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും രൂപകൽപ്പന ചെയ്യുവാനും നടപ്പിലാക്കുവാനും കഴിയുന്നുവോ അതിൻ്റെ ഒരു ചെറു രൂപം മനുഷ്യന് അള്ളാഹു താല നൽകിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ. അപ്പോൾ എന്ന് വിചാരിച്ച് മനുഷ്യർ അള്ളാഹുവാണ് എന്നല്ല, അവൻ്റെ ശക്തിയുടെ ഒരു ചെറിയ പ്രഭാവം അവനിലേക്ക് വീശിയിരിക്കുകയാണ്. അത് ഇമോഷൻസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥാവിശേഷമാണ്. ബട്ട് ഹൂസ് ഇൻഡിപെൻഡൻറ്റ് ആക്ഷൻ ആൾവേസ് റിഫ്ലക്ട്സ് പെർഫെക്റ്റ്ലി ദി വിൽ ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. ഇവരുടെ സ്വതന്ത്രമായ ഈ പ്രവർത്തനം, അപ്പോൾ ഓരോ മനുഷ്യനും സ്വതന്ത്രമായി തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. ആൾവേസ് റിഫ്ലക്ട്സ്, ഇത് പ്രതിനിധാനം ചെയ്യുന്നത്, ഇത് പ്രകാശിപ്പിക്കുന്നത്, വെളിച്ചം നൽകുന്നത് പെർഫെക്റ്റ്ലി ദി വിൽ ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. അവൻ്റെ ഉത്തമമായ തീരുമാനമനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാര്യം മനസ്സിലാക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു കാര്യം തുടങ്ങുന്നതിന് അവന് ഉള്ള ഇച്ഛാശക്തിയുണ്ട്, കഴിവുണ്ട്, പ്രാപ്തി നൽകിയിട്ടുണ്ട്. അവൻ അതിനെ ഏത് രീതിയിൽ ഉത്തമമായ നിലയിൽ അതിനെ ചിന്തിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് അതനുസരിച്ച് ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ മാത്രമേ അവൻ അതിൽ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവൻ ഈ പവർ നൽകിയിരിക്കുന്നത് കൊണ്ട് അവന് ഏറ്റവും സമുന്നതമായ സ്ഥലത്തേക്ക് എത്താനും പറ്റും, അതുപോലെ ഏറ്റവും താണപടിയിലേക്ക് പോകുവാനും കഴിയും. ആ ഇമോഷൻസിനെ അവൻ ഒരു രൂപകൽപ്പന ചെയ്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനനുസൃതമായിട്ട് ഇരിക്കും അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് മനുഷ്യരെ ഏറ്റവും സമുന്നതമായ നിലയിലാണ് നാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഏറ്റവും അധമന്മാരിൽ അധമന്മാരാക്കി അവരെ മാറ്റുകയും ചെയ്തു. കാരണം അല്ലാഹു തആല നൽകിയ ഈ ഇച്ഛാശക്തിയെ വേണ്ടതുപോലെ അവർ ഉപയോഗപ്പെടുത്തിയില്ല. ദ ഏഞ്ചൽസ് ഇൻ ദെയർ വൺ സൈഡഡ്നെസ്, മാലാഖമാർ അവരുടെ ആ ഒരു ഭാഗത്തുള്ള ഒരു രീതിയിലുള്ള കഴിവുകൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് saw only the mischief consequence, അവർ മോശമായ പരിണിത ഫലത്തെക്കുറിച്ച് മാത്രമാണ് അവർ കണ്ടത്. ഓൺ ദ മിസ്യൂസ് ഓഫ് ദ ഇമോഷണൽ നേച്ചർ ഓഫ് ബൈ മാൻ, മനുഷ്യനിലുള്ള മാനസിക വിക്ഷോഭങ്ങളുടെ ദുരുപയോഗം മൂലം പരിണതമായ അവരുടെ മോശപ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ കണ്ടത്. മനുഷ്യന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഇമോഷൻസ്, വൈകാരികമായ ആ ശക്തി ഇവിടെ മോശമായ
രൂപം മാത്രമാണ് മലക്കുകൾ കണ്ടത്. അതുകൊണ്ടാണ് രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കണമോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം ആ ഒരു സൈഡ് മാത്രമാണ് അവർ കണ്ടത്. പെർഹാപ്സ് ദേ ആൾസോ, എന്നാൽ അവരും ബീയിങ് വിത്തൗട്ട് ഇമോഷൻസ്, ഈ മാനസിക വിക്ഷോഭങ്ങളില്ലാത്തത് മൂലം ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വോൾ ഓഫ് അള്ളാഹ്സ് നേച്ചർ, അള്ളാഹുവിൻ്റെ പ്രകൃതം മൊത്തത്തിൽ അവർക്കും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. വിച്ച് ഗീവ്സ് ആൻഡ് ആസ്ക് ഫോർ ലവ്, അത് അവൻ കൊടുക്കുകയും അതുപോലെ സ്നേഹം അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് സ്നേഹം അങ്ങോട്ട് കൊടുക്കുവാനും അവന് കഴിയും, അതുപോലെ സ്നേഹം അവന് കിട്ടുവാനും ഉള്ള അർഹതയുണ്ട്. ഇതുപോലെ അല്ലാഹു തആല മാനവകുലത്തിന് മുഴുവൻ സ്നേഹം വാരിക്കോരി നൽകിയിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ച് അങ്ങോട്ട് കിട്ടുവാനും ഉള്ള അവകാശമുണ്ട്. അപ്പോൾ തിരിച്ച് നൽകേണ്ടത് തന്നെയാണ്. ഇപ്പം ഈ രീതിയിൽ ആണ് ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ഖലീഫത്തുള്ള കടന്നു പോകുന്നത്. മനുഷ്യ സൃഷ്ടിപ്പുമായി നോക്കുമ്പോൾ മനുഷ്യൻ സമുന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു തആല ഉയർത്തിയിരിക്കുന്നു. അതവൻ നൽകിയിരിക്കുന്ന ദ വിൽ അല്ലെങ്കിൽ ദ ചൂസിങ് പവറാണ്. അത് തിരഞ്ഞെടുക്കുവാനുള്ള പവർ അവന് നൽകിയിരിക്കുന്നു. അവൻ ഏറ്റവും ഉത്തമമായതിനെ വേണമെങ്കിൽ അവന് തിരഞ്ഞെടുക്കാം. ആ ഉത്തമമായത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവനെല്ലാവരോടും സ്നേഹത്തോടു കൂടി വർത്തിക്കുന്ന നിലയിലേക്ക്, ആ ഉത്തമ സ്വഭാവത്തിലേക്ക് അവൻ വരുന്നതാണ്. ഇനി അവൻ അധമമായ നിലയിലാണ് അവന് നൽകിയിരിക്കുന്ന ഈ വികാരങ്ങളെ, ഇമോഷൻസിനെ അവൻ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അവൻ എല്ലാവരെയും വെറുക്കുവാനും മോശമായി പറയുവാനും മോശപ്പെടുത്തുവാനും ഒക്കെ അവൻ ശ്രമിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി മിശ്രിതമായി നിൽക്കുന്ന മനുഷ്യനിൽ തീർച്ചയായിട്ടും ഈ രണ്ട് അവസ്ഥാവിശേഷങ്ങളും സംജാതമാകും. അതുകൊണ്ടാണ് നിങ്ങളിൽ ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു നന്മ ചെയ്തുകൊണ്ട് അതിന് പ്രതിക്രിയ ചെയ്തു കൊള്ളണം, അതിനെ ഇല്ലായ്മ ചെയ്തു കൊള്ളണം, ആ തിന്മയെ ഉന്മൂലനം ചെയ്ത് കളയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. ഇത് സംബന്ധമായിട്ട് ആദം അലൈഹിസ്സലാമിനെ കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഉള്ള വിശദീകരണങ്ങൾ പുറകിൽ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ എത്ര ഭാഗം നിങ്ങൾ കേട്ടു എന്ന് എനിക്കറിയില്ല, ഇടയ്ക്കൊന്ന് നിന്നുപോയായിരുന്നു. അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന അതിമഹത്തായ പാഠങ്ങളാണ് ആദം അലൈഹിസ്സലാമിലൂടെ നമ്മിലേക്ക് രൂപപ്പെട്ടു വരുന്ന ഈ സംഭവ വികാസങ്ങൾ. നമ്മളിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഈ അമൂല്യമായ ഈ ഇച്ഛാശക്തിയെ ഏറ്റവും ഉത്തമമായ നിലയിൽ പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുവാനും മാനവകുലത്തെ രക്ഷിക്കുവാനും കഴിയുന്നതാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.